വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്ക് നല്ല സുഖമാണ് കേട്ടോ. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ എൻ്റെ സൺഡേ വ്ലോഗ് നിങ്ങൾക്ക് കാണണ്ടേ? അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ സൺഡേ വ്ലോഗ്. അപ്പോൾ അമ്മ രാവിലെ എണീച്ച് തൂക്കുന്നുണ്ട്. മെയിൻ ടാസ്ക്കാണ് ഈ കൊച്ചുങ്ങളുള്ള വീട്ടിൽ അവരെല്ലാ കളിപ്പാട്ടങ്ങളും വലിച്ച് വാരി അങ്ങ് ഇട്ടിരിക്കും. അപ്പോൾ അമ്മ അതൊക്കെ മാറ്റി തൂക്കുന്നുണ്ട് കേട്ടോ. ആ നേരം കൊണ്ട് ഞാൻ അടുക്കളയിലോട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ മാവ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ, ദോശമാവ്. അപ്പോൾ പ്ലാൻ ചെയ്തത് ഇന്ന് രാവിലെ എണീച്ചപ്പോൾ പ്ലാൻ ചെയ്തത് ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ ഈസി പണിയാണല്ലോ, നമുക്ക് ഉച്ചയ്ക്കും കറി ഉണ്ടാക്കണ്ടല്ലോ. രാവിലത്തേക്കും കറിയായി, ഉച്ചക്കത്തേക്കും കറിയായി. അങ്ങനെ ഞാൻ സാമ്പാർ ഉണ്ടാക്കാനുള്ള പ്ലാനിങ് ആണ് കേട്ടോ. അങ്ങനെ അതിന് വേണ്ടി പച്ചക്കറികളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ അമ്മയുടെ പ്രോസസ്സിങ് നടക്കുന്നുണ്ട്, തൂക്കലൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മീൻകാരൻ വന്നു കേട്ടോ. അങ്ങനെ അമ്മ മീൻ വാങ്ങാൻ പോകുന്നുണ്ട്. നമ്മൾ ചന്തയിൽ നിന്ന് വാങ്ങുന്ന കുറവാണ്, നമുക്കിവിടെ കൂടുതലും ഇങ്ങനെ വീട്ടിൻ്റെ അടുത്ത് കൊണ്ടുവരും. ചന്തയിൽ കുറച്ച് ദൂരം പോകണം. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നാണ് മീൻ കൊണ്ടുവരും, അങ്ങനെയാണ് വാങ്ങുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ദോശമാവ് ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പം ഞാനും അമ്മയും കൂടെ പെട്ടെന്ന് അങ്ങ് ജോലി തീർക്കും. അതാകുമ്പോൾ വേറെ പണിയൊന്നുമില്ലല്ലോ, രണ്ടുപേരും. അമ്മ അത് ചെയ്യുമ്പോൾ തൂക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും കാപ്പിയൊക്കെ ഉണ്ടാക്കും. ഇതാണ് മെയിൻ പണി ഇവിടുത്തെ. അങ്ങനെ ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഋതു ആണെങ്കിൽ ഋതു എണീറ്റിട്ടില്ല. ഋതു എണീറ്റാൽ നമുക്ക് ഒന്നും നടക്കത്തില്ല കേട്ടോ. മെയിനായിട്ട് ഋതു എണീറ്റാൽ അമ്മയാണ് എടുക്കുന്നത്. അമ്മ എടുത്താണ് അവൾ എണീറ്റ ഉടനെ പോകുന്നത്. അപ്പോൾ അമ്മ അവളെ എണീക്കുമ്പോൾ പെട്ടെന്ന് തൂക്കാൻ നോക്കുന്നത്. അമ്മ എന്ന് തൂത്താലും പക്ഷേ ഒരു പകുതി ആവുമ്പോൾ അവളെ എണീക്കാറുണ്ട്. ഇന്നും അതുപോലെ തന്നെ അമ്മ പകുതി ഇങ്ങനെ തൂത്ത് വന്നതും അവളെ എണീറ്റു. അങ്ങനെ അമ്മ പോയി എടുത്തിട്ട് ബാക്കി അവളെ തോളിയിട്ടിട്ട് അമ്മ തൂക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇഡ്ഡലിയുടെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരാളെ അവൾ ഇങ്ങനെ എടുക്കണം, എന്ന് വെച്ചാൽ അവൾ എണീറ്റ ഉടനെ തന്നെ എണീക്കത്തില്ല. കുറച്ച് നേരം ഇങ്ങനെ തോളി കിടന്ന് ഉറങ്ങുന്ന ശീലമുണ്ട്. അപ്പോൾ നമ്മൾ തന്നെയാണ് ആ ശീലം വരുത്തിയതെന്നും പറയാൻ വേണമെങ്കിൽ. അങ്ങനെ അമ്മയുടെ തോളി കിടന്ന് കുറച്ച് നേരം അങ്ങനെ കിടന്ന് ഉറങ്ങും. അങ്ങനെ ഞാൻ ഇഡ്ഡലി പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണയൊക്കെ ഇങ്ങനെ തടവി കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ ഈസി ആയിട്ട് ഇഡ്ഡലി ഇളവി വരും. ചിലവിടത്ത് ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല, ഇങ്ങനെ എണ്ണയൊക്കെ തേക്കുന്ന പരിപാടി. പക്ഷേ എണ്ണയൊക്കെ ഇങ്ങനെ തേച്ച് നമുക്ക് പാത്രം കഴുകാനും ഈസിയാണ്, അതുപോലെ ഇഡ്ഡലി ഇളക്കിയെടുക്കാനും ഈസിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ 2 തട്ടുണ്ട്. അങ്ങനെ 2 തട്ടിലും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എൻ്റെ ബാക്കി ഞാൻ നേരത്തെ മലക്കറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ സാമ്പാറിന്. അപ്പം ഞാൻ സാമ്പാറിൻ്റെ മലക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ ചായ ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഒന്നേ അമ്മ ഇടും, അല്ലെങ്കിൽ അമ്മ ഇടും, അല്ലെങ്കിൽ ഞാനിടും. ആരെങ്കിലും ഒരാളാണ് ഇടുന്നത്. അപ്പോൾ ഇന്ന് അമ്മ തൂത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അമ്മ വന്നില്ല. അപ്പോഴത്തേക്കും ഞാൻ തന്നെ ചായ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്ന് വെച്ചാൽ ഒരു പണി കഴിഞ്ഞിട്ട് അടുത്ത പണി ചെയ്യാം, അങ്ങനെയല്ല, എല്ലാം കൂടെ ഒത്ത് ചെയ്യാൻ നോക്കി. എത്രത്തോളം നമുക്ക് മാക്സിമം പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മാക്സിമം ഞാൻ ചെയ്യാൻ നോക്കും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ ഇഡ്ഡലിയും ഒരു സൈഡിൽ പാലും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പാല് കാച്ചിയിട്ടാണ് ചായ ഇടുന്നത്. എന്ന് വെച്ചാൽ ഋതുവിന് ഒരു ഗ്ലാസ് പാല് മാറ്റി വെക്കുമെന്നും രാവിലെ. പക്ഷേ അവൾ എന്നും കുടിക്കത്തൊന്നുമില്ല കേട്ടോ. മിക്ക ദിവസവും അവൾ കുടിക്കില്ല. അവൾക്ക് തോന്നിയാൽ മാത്രം രാവിലെ പാല് കുടിക്കും. രാത്രിയും അവൾ പാല് കുടിക്കും കേട്ടോ. രാത്രിയും അതുപോലെയൊക്കെ തന്നെയാണ്. രാത്രി പിന്നെയും കുടിക്കുമെന്ന് പറയും, പക്ഷേ രാവിലെ അവൾക്ക് കുടിക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷേ ചില നേരങ്ങൾ നമ്മളിപ്പോൾ പാല് വെച്ചില്ലെങ്കിൽ അവൾക്ക് അന്ന് പാല് വേണം. അതുകൊണ്ട് നമ്മൾ അവൾ കുടിച്ചാലും ഒരു ഗ്ലാസ് മാറ്റി വെക്കും കേട്ടോ. എന്നുമുള്ള പ്രോസസ്സിങ് ആണ്. പിന്നെ ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ സൺഡേ ആണ് ഇത് എടുക്കുന്നത് വ്ളോഗ്. പക്ഷേ അന്ന് തന്നെ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന വ്ളോഗ് ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ആ സമയത്ത് മഴ ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോൾ ഡബ് ചെയ്യുന്ന സമയത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അല്ലെ മഴയൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും അല്ലേ. പിന്നെ ഇതൊക്കെ തന്നെ കേട്ടോ മെയിൻ പരിപാടി. എല്ലാ അമ്മമാരുടെയും പരിപാടി ഇതൊക്കെ തന്നെയായിരിക്കും. രാവിലെ എണീക്കുക, എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുക, കുട്ടികളെ നോക്കുക, ഇതൊക്കെ തന്നെ ആയിരിക്കും അല്ലേ എല്ലാ ഫാമിലിയിലും. ഇതുപോലെ തന്നെ നമ്മളും
പിന്നെ ഞാനും അമ്മയും കൂടെ എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് പെട്ടെന്ന് ജോലി തീരും കേട്ടോ. ഒരാളൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് പാടായിരുന്നേനെ. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരാളായിരുന്നാലും കൂടുതൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പക്ഷെ 2 പേരൊക്കെ ഉണ്ടായിരുന്നാൽ ചിലപ്പോൾ നമ്മൾ താങ്ങി തൂങ്ങിയൊക്കെ നിൽക്കുമല്ലേ. പക്ഷെ നമുക്ക് സൺഡേ ദിവസം നമ്മൾ ഭയങ്കര ലാഗാണ്. കാരണം എന്ന് വെച്ചാൽ അന്ന് ഋതുവിന് നേഴ്സറിയിലും പോകണ്ട. പിന്നെ എണീക്കാനും നമ്മൾ താമസിച്ചാണ് എണീക്കാറ്. ഇന്ന് നല്ല താമസിച്ചിട്ടുണ്ട്. ഒന്നാമത് അച്ഛനും ചേട്ടനും ഇവിടെ ഇല്ലല്ലോ വീട്ടിൽ. അപ്പോൾ ആണുങ്ങളില്ലാത്തതുകൊണ്ട് അതിൻ്റേതായ ഒരു എന്താ സമയ സമയം എന്താ കൃത്യനിഷ്ഠ ഇല്ല. അത് വേണമെങ്കിൽ പറയാം കേട്ടോ. നമുക്ക് തോന്നുമ്പോഴൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. പക്ഷേ അച്ഛനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ഭക്ഷണം കഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചീരയാണ് അടുത്ത്. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും ഞാൻ വെച്ച് കഴിഞ്ഞു. അടുത്ത് ഉച്ചയ്ക്ക് അപ്പോൾ ഇനി ഒരു തോരനും കൂടെ വേണ്ടേ. അപ്പോൾ ഞാൻ ചീര ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ചീര തോരൻ അരിഞ്ഞിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഭക്ഷണം ഈ ചീരയൊക്കെ വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇഡ്ഡലിയും സാമ്പാറാണ് ഇന്നത്തെ ഇത്. അങ്ങനെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം നമ്മുടെ അരി ഞാൻ അതിൻ്റെ ഇടയ്ക്കിലൊക്കെ ഈ ചീര വേവുന്ന ഇടയ്ക്കിൽ ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ മെയിനായിട്ട് നമ്മൾ ഗ്യാസിലാണ് അരി വെക്കാറ്. എന്ന് വെച്ചാൽ നമ്മൾ 3 പേരേ ഉള്ളൂ. അപ്പോൾ അത്രയ്ക്കുള്ള ഇതല്ലേ ഉള്ളൂ. ജസ്റ്റ് നമ്മളെന്താ ജസ്റ്റ് ഇങ്ങനെ ഗ്യാസിൽ ഇങ്ങനെ ചൂടാക്കും. അരി ഇങ്ങനെ തിളപ്പിച്ചിട്ട് ഇതുപോലത്തെ ജാക്സൺ കുക്കറിൽ ഇറക്കി വെക്കുകയാണ് പതിവ്. അതാകുമ്പോൾ നമുക്ക് കൂടുതൽ ഗ്യാസ് ചിലവാകില്ല. അത് കഴിഞ്ഞിട്ട് നേരെ ഋതുവിന് ഫുഡൊക്കെ കൊടുത്ത ശേഷം ഋതു ആണെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഋതുവിൻ്റെ മുടി ഇങ്ങനെ വെട്ടാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. ആദ്യ തവണ ഇങ്ങനെ സലൂണിൽ കൊണ്ടുപോയി. അന്ന് അമ്മയും നാത്തൂനും കൂടെ ആയിരുന്നു കൊണ്ടുപോയത്. അന്നും അവൾ ഇരുന്നില്ല. അടുത്ത് രണ്ടാമതും പോയി. പക്ഷെ രണ്ടാമത് ആൾ ഞാൻ ഞെട്ടിട്ടുണ്ടായിരുന്നു. രണ്ടാമത് അവൾ ഓക്കെ ആയിരുന്നു. അവളെല്ലാം വെട്ടാം, മുടിയൊക്കെ കളർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയത്. പക്ഷെ സലൂണിൽ എത്തിയപ്പോൾ ആൾ ആദ്യമൊക്കെ കുഴപ്പമില്ല. പക്ഷെ പോയ അപ്പം തന്നെ മുടി വെട്ടിയിരുന്നെങ്കിൽ ആൾ ഇരുന്നേനെ. പക്ഷെ അവിടെ നല്ല തിരക്ക് കാരണം കുറച്ച് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ പിന്നെ ആളുടെ മൂടങ്ങ് പോയി. പിന്നെ അങ്ങനെ വെട്ടിയില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ പഴയ വീഡിയോയിൽ. പിന്നെ അങ്ങനെ വെട്ടാൻ പറ്റിയില്ല. പിന്നെ അവൾ പറഞ്ഞു അമ്മ വെട്ടിത്തന്നാൽ ഇരിക്കാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ വെട്ടാമെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ കണ്ണിൽ കൂടെ കിടക്കുന്നുണ്ട് മുടി. അപ്പോൾ അവൾക്ക് തന്നെ ഒരു ഇറിറ്റേഷൻ തോന്നും. എന്നിട്ട് അവൾ പക്ഷേ സമ്മതിക്കുന്നില്ല കേട്ടോ. ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചിട്ട് ഇരുത്തിയിട്ട് വെട്ടുന്നുണ്ട്. ആദ്യമൊക്കെ പറഞ്ഞ് സമ്മതിക്കാമെന്ന്. ഇങ്ങനെ വെട്ടുമ്പോൾ അവൾ പറയുന്നത് അമ്മ കിക്കിളിയാവുന്നു, അമ്മ നെറ്റിക്കൊള്ളുന്നു, ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാലും ഞാൻ വിട്ടു കൊടുക്കുന്നില്ല. എങ്ങനെയെങ്കിലൊക്കെ മുടി വെട്ടണം. പക്ഷെ ഞാൻ വിചാരിച്ചു പാവമല്ലേ, സലൂണിലൊക്കെ കൊണ്ടുപോയി സൂപ്പറായിട്ടൊക്കെ മുടി വെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിന് സമ്മതിക്കില്ല. പിന്നെ എൻ്റെ വെട്ടൽ എന്നെ അങ്ങോട്ട് നടക്കട്ടെ. കണ്ടോ ഞാൻ വെട്ടി വെച്ചിരിക്കുന്ന കോലം കണ്ടില്ലേ. എനിക്കാണെങ്കിൽ ഞാൻ ബാർബർ ഒന്നും അല്ലല്ലോ മുടി വെട്ടാനൊന്നും. എനിക്ക് വലുതായിട്ടൊന്നും അറിയില്ല. സത്യം പറഞ്ഞാൽ ഞാനാണ് കേട്ടോ ഇവളെ മുടിയിൽ വെട്ടി പഠിച്ചൊന്നും എന്നെ സത്യം പറഞ്ഞാൽ പഠിച്ചില്ല. എന്നാലും ജസ്റ്റ് ഞാൻ ഇവളെ മുടിയിൽ വെട്ടി പഠിക്കുന്നുണ്ട്. ഇവൾക്ക് ഇതുപോലെ പക്ഷേ ഇവൾ ചെറുതായിരുന്നപ്പോൾ ഇവൾ ഇരിക്കുമായിരുന്നു കേട്ടോ. ഏറ്റവും ചെറുതായിരുന്നപ്പോൾ ഒരു 6 മാസം, ഒരു 7 മാസം 8 മാസമൊക്കെ ആയപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മുടി വളർന്ന് വരുമ്പോൾ മിക്കയിടത്തും അമ്മമാരൊക്കെ തന്നെ ആയിരിക്കും വെട്ടി കൊടുക്കുന്നത് അല്ലേ. ഇവൾക്ക് ഒരു വയസ്സ് വരെ ഇവൾക്ക് മുടി വെട്ടിയില്ലായിരുന്നു. അതിന് ശേഷമാണ് മുടി വെട്ടിയത്. 1 വയസ്സ് വരെ വെട്ടിയില്ല. അപ്പോൾ 1 വയസ്സ് കഴിഞ്ഞ ശേഷം നമ്മളൊക്കെ തന്നെയാണ് അതിൻ്റെ ഇടയ്ക്കിൽ ജസ്റ്റ് ഒന്ന് മുടിയൊക്കെ ഇങ്ങനെ കണ്ണിൽ കൂടെ ഇങ്ങനെ കിടക്കുമ്പോൾ വെട്ടിക്കൊടുക്കുന്നത്. അതിന് ശേഷം അവൾ അല്ലാത്ത ചെറിയ സലൂണിലൊക്കെ പോവുമായിരുന്നു. വീട്ടിൻ്റെ അടുത്തുള്ള എന്ന് വെച്ചാൽ വലുതായിട്ടല്ല, ചെറിയ ആൻറ്റിമാരൊക്കെ അവരുടെയൊക്കെ 1-2 പ്രാവശ്യമൊക്കെ ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇരിക്കുന്നില്ല. ഇപ്പോൾ അവൾക്ക് അവൾ വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അവൾക്കും മുടിയോടൊരു ഇൻട്രസ്റ്റ്, മുടി വളർത്തണം. നമ്മളും പണ്ടൊക്കെ ഇങ്ങനെയാണല്ലോ. എൻ്റെയും ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ. ഭയങ്കര മുടിയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ വീട്ടിൽ സത്യം പറഞ്ഞാൽ എനിക്ക് മുടി വളർത്താൻ സമ്മതിക്കില്ലായിരുന്നു. ഏകദേശം 5ാം ക്ലാസ് വരെ ഞാൻ മുടി വളർത്തില്ലായിരുന്നു. ഇതുപോലെ ഇവളുടെ പോലെ ഇങ്ങനെ ബോബ് കട്ട് ചെയ്യില്ലേ, അതുപോലെയൊക്കെ ആയിരുന്നു എന്നെ കട്ട് ചെയ്തത്. പക്ഷെ മുടിയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മുടിക്ക് വരാൻ എന്താ ചെയ്യുക, കൊച്ചിലത്തെ കാര്യമാണ് കേട്ടോ. മുടിക്ക് വരെ നമ്മൾ ഈ തോർത്തൊക്കെ കെട്ടിക്കൊണ്ടാണ് അതെല്ലാം പെൺപിള്ളേരുടെയും ഇത് ചെറിയ കുട്ടിക്കാലം നോക്കി അങ്ങനെ തന്നെയാണ്. തോർത്തൊക്കെ കെട്ടിയിട്ട് ഷോളൊക്കെ ചുറ്റി ഒരു കമ്പൊക്കെ പിടിച്ച് ടീച്ചറൊക്കെ ആയി മരത്തിന് 2 അടിയൊക്കെ കൊടുത്ത് അതൊക്കെ വേറൊരു കാലമല്ലേ.
അതുപോലെ തന്നെയാണ് ഇവിടെ ഋതുവും കാണിക്കുന്നത്. അവൾക്ക് മുടി ഇപ്പോൾ വെട്ടാൻ ഇഷ്ടമില്ല. ഇപ്പോൾ ആൾ ഭയങ്കര മേക്കപ്പ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ അവൾ നമ്മളെ കണ്ട് കുഞ്ഞുങ്ങൾ പഠിക്കുമല്ലോ ഓരോന്ന്. ഇപ്പോൾ എല്ലാവരും മോഡേൺ ആയിട്ടുണ്ട്. പണ്ട് ഉള്ള അമ്മമാരല്ലേ മേക്കപ്പ് ഒന്നും ഇടാത്തത്. ഇപ്പോൾ അവൾക്ക് തന്നെ ഇപ്പോൾ എല്ലാത്തിൻ്റെയും നെയിംസ് അറിയാം, ലിപ്സ്റ്റിക്ക് അറിയാം, എന്നിട്ട് എന്തോ ഫൗണ്ടേഷൻ, ഐബ്രോ പെൻസിൽ, അവൾക്ക് തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് പോലും അത്രത്തോളം നെയിം അറിയത്തില്ല മേക്കപ്പ് സെറ്റിൻ്റെ. പക്ഷേ അവൾ ചേച്ചിയുടെ മോളെ വീട്ടിൽ പോകുമ്പോൾ അപ്പോൾ അവളിങ്ങനെ അവൾക്ക് ഒരുക്കി കൊടുക്കും. അങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞു കൊടുക്കും കേട്ടോ. ഇതിൻ്റെ നെയിംസ് ഇതാണ്. അപ്പോൾ അവൾക്ക് എല്ലാം അവൾ പഠിച്ച് വെച്ചിട്ടുണ്ട്. എന്നെക്കാളും സത്യം പറഞ്ഞാൽ അറിയാം കേട്ടോ. അവളുടെ അടുത്ത് ചോദിച്ചാൽ അവളെല്ലാം പറഞ്ഞു തരും. അപ്പോൾ ആ തരത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഋതു ഇപ്പോൾ ചെറുതല്ല, വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് അനുസരിച്ചുള്ള ഇമ്പ്രൂവ്മെൻറ്റ് വരും. പിന്നെ ഒരു ദിവസം തന്നെ അവളുടെ നഖം ഉണ്ടല്ലോ, നഖം ഞാൻ വെട്ടിത്തരാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ നഖം വെട്ടണ്ട, എനിക്ക് നഖം വളർത്തണം, അമ്മയ്ക്കൊക്കെ നഖം ഉണ്ടല്ലോ, അച്ചമ്മയ്ക്ക് നഖം ഉണ്ടല്ലോ, എനിക്കും നഖം വെട്ടണോ, നഖം വെട്ടണ്ട, എനിക്കും വളർത്തണം. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് അതിശയിച്ചായി, നീ ഇത്രയ്ക്കായോ. പിന്നെ അതുപോലെ തന്നെ കളറിങ് പറഞ്ഞത്, അവൾ നോക്കുമ്പോൾ അവൾ ചുറ്റും എല്ലാവരും നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ മുടിക്കൊക്കെ ഇങ്ങനെ കളറൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ മുടി വെട്ടാൻ പോകാമല്ലോ എന്ന് കേട്ടപ്പോൾ അവൾ ഇങ്ങോട്ട് പറയാം മുടി വെട്ടണം, മുടിയിൽ കളറടിക്കണം. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കൊച്ചുങ്ങളെന്ന് വെച്ചാൽ അവർ നമ്മളെ ചുറ്റും നല്ല പോലെ വാച്ച് ചെയ്യുന്നുണ്ട്, നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ അവർ ചുറ്റും ഒബ്സർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അവിടെ മുമ്പിൽ വെച്ച് നമുക്ക് അവർ ഓരോ മൈന്യൂട്ടായിട്ടുള്ളതും അവർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ പിന്നെ കുറച്ച് നേരം ഇരുന്നില്ല. പിന്നെ ഞാൻ വെള്ളമൊക്കെ എടുത്ത് കൊടുത്തു അവൾക്ക്. അങ്ങനെയെങ്കിൽ കളിച്ചുകൊണ്ടെങ്കിലും ഇരുന്ന് വെട്ടട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ലാസ്റ്റ് അവൾ ഒട്ടും ഇരിക്കാതായ കേട്ടോ. പിന്നെ എങ്ങനെയെങ്കിലൊക്കെ പരവി അങ്ങ് വിട്ടുകൊടുത്തു. എന്ന് വെച്ചാൽ ഞാൻ വലുതായിട്ട് വെട്ടുന്നില്ല, ബോറ് ആയി പോയാലോ. അവളുടെ അച്ഛനും മുടി വലുതായിട്ട് വെട്ടുന്ന ഇഷ്ടമില്ലാത്തൊരു ടൈപ്പാണ്. പക്ഷേ എനിക്കങ്ങനെയല്ല. ഞാൻ പറയുന്നത് എങ്ങനെയെങ്കിലും ഇതിനെ മുട്ടയടിച്ചെങ്കിൽ കൊള്ളായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ മുടി തിക്കായി വളരണമെങ്കിൽ നല്ലപോലെ ചെറുതിലേ മുടി ഇങ്ങനെ വെട്ടി വിട്ടാലേ നല്ല തിക്കായിട്ട് വലുതാകുമ്പോൾ വളരുള്ളൂ. അപ്പം ഞാൻ മുടി വെട്ടണ സമയം കൊണ്ട് അമ്മ മീൻ കറി വെച്ച കേട്ടോ. അമ്മയാണ് മീൻ കറി വെക്കുന്ന വീട്ടിൽ. അപ്പോൾ തിരച്ചിയാണ് മീൻ ഇട്ടിട്ടുള്ള തിരച്ചിയും സാമ്പാറും പിന്നെ തോരനും പിന്നെ പൊരിച്ച മീനുമാണ്. അപ്പോൾ ഞാൻ ഋതുവിന് കൊടുത്ത ശേഷം ഞാൻ കഴിക്കുകയാണ്. പിന്നെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഉച്ചയ്ക്കുള്ള പരിപാടി. പിന്നെ ഋതുവിനാണെങ്കിൽ 1 മണിക്കൂർ വേണം ഫുഡ് കൊടുത്തു കഴിയാൻ. അങ്ങനെ ഞാൻ ലേറ്റായിട്ടാണ് എപ്പോഴും 2 മണിക്കൊക്കെയാണ് കഴിക്കുന്നത്. ഇപ്പോൾ ഋതു നേഴ്സറി പോയാലും ഞാൻ 2 മണിക്കൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ ആ ടൈം അങ്ങ് ശീലിച്ചു പോയി. അവൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇപ്പം ഞാൻ 2 മണിക്കൊക്കെയാണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ യൂട്യൂബിൽ വീഡിയോസൊക്കെ എടുക്കും കേട്ടോ ഫ്രീ കിട്ടുമ്പോൾ. പിന്നെ ലൈവിന് പോയിട്ട് പിന്നെ ഋതു രാത്രി ഡാൻസ് കളിക്കുകയാണ്. നിങ്ങൾക്ക് ഈ പാട്ട് മനസ്സിലായോ? ഈ പാട്ട് നിങ്ങൾക്ക് മനസ്സിലായോ? റാനു പാട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.